കുക്കു ആത്മഹത്യക്ക് ശ്രമിച്ചാണെന്ന് ഒരു കുഞ്ഞു പോലും അറിയരുത്. പത്രക്കാരെ നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇല്ല സാർ, ഹോസ്പിറ്റൽ റെക്കോർഡിൽ ഫുഡ് പോയ്സണിംഗ് ആണെന്ന് രേഖപ്പെടുത്തി. എക്സ്ക്യൂസ് മീ സർ. നാരായണൻകുട്ടി, നീ ഇറങ്ങണ്ട. മാത്യു, എന്റെ വേണ്ട പ്ലീസ്. നാരായണൻകുട്ടി, നിന്നെ ഇവിടെ വെച്ച് ആരെങ്കിലും കണ്ടാൽ, നിന്നെ ഐഡന്റിഫൈ ചെയ്താൽ ആ കുഴപ്പമാവും. എല്ലാവരും അത് പ്രശ്നമാക്കും. നീ ഇവിടെ ഇരിക്കും. സമ്മതിക്കുന്നില്ലടാ എന്റെ മനസ്സ്. അല്ലാതെ നാട്ടുകാരുടെ കാര്യമാകുമ്പോ പലതരത്തിലുള്ള ആൾക്കാരല്ലേ, നീ അത് ഉൾക്കൊള്ളണം. ഞാൻ അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് വരാം. ശരിയാ, മനസ്സിലായി. ആർക്കും ഇപ്പൊ ഞാൻ വക്കാലത്ത് നാരായണൻകുട്ടിയല്ല, ഒരു നികൃഷ്ടമൃഗം. 13കാരിയെ പീഡിപ്പിച്ച് നശിപ്പിച്ച കാമപ്രാന്തൻ, പെർവർട്ടഡ് പേഴ്സൺ. അവർക്കൊക്കെ ഞാൻ ഇപ്പൊ ഒരു അശ്ലീലമാ, അശ്ലീലം. എന്റെ കുക്കു ഒബ്സർവേഷനില്ല, ഒന്നും പറയാറായിട്ടില്ല. പ്രാർത്ഥിക്ക്. നീ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാനുള്ള എല്ലാ തെളിവുകളും കിട്ടി. വേണ്ട മാത്യു, കുക്കു രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്കെന്റെ നിരപരാധിത്വം തെളിയിക്കണ്ട ആരുടെ മുമ്പിലും. നീ മനസ്സിലാക്കി, രഘു മനസ്സിലാക്കി, അത് മതി. ബഹുമാനപ്പെട്ട കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. ഞാൻ നിരപരാധിയാണെന്നതിനുള്ള തെളിവ് ഹാജരാക്കി. യഥാർത്ഥ കുറ്റവാളികളെ ശിക്ഷിക്കാൻ വേണ്ട തെളിവുകൾ ഹാജരാക്കാനും അവരെ വിസ്തരിക്കാനും ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുവാദം നൽകണം. താങ്ക് യു യുവർ ഓണർ. മിസ്റ്റർ GS ഷെണായ്, കാനറ ബാങ്ക് ട്രിവാൻഡ്രം സിറ്റി ബ്രാഞ്ച് മാനേജർ. പ്രൊഫസർ നാരായണൻകുട്ടിയുടെ അക്കൗണ്ട് നിങ്ങളുടെ ബാങ്കിലല്ലേ? അതെ. ഫെബ്രുവരി മാസത്തിൽ നാരായണൻകുട്ടി ബാങ്കിൽ നിന്നും അദ്ദേഹത്തിന്റെ പേരിലുള്ള 20 ലക്ഷത്തിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കാലാവധി തീരുന്നതിന് മുമ്പ് വിഡ്രോ ചെയ്തു. പ്ലീസ് നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. കുര്യൻ കുളപ്പുരയിൽ ഇത് താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ കോപ്പിയല്ലേ? അതെ. സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എന്നെ ഈ കള്ളക്കേസിൽ കുടുക്കിയപ്പോ ഈ കേസിലെ 4ാം പ്രതിയായ നാരായണൻകുട്ടിയെ രക്ഷിക്കാമെന്നേറ്റ് നിങ്ങൾ 20 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയില്ലേ? ഇല്ല. നാരായണൻകുട്ടി ബാങ്കിൽ നിന്ന് പിൻവലിച്ചതും താങ്കൾ വൈര നെക്ലസ് വാങ്ങാൻ വേണ്ടി ജുവലറി കടയിൽ കൊടുത്തതും ഒരേ നോട്ടുകളാണ്. ഐ മീൻ ദ സെയിം നമ്പേഴ്സ്. ഡോക്യുമെന്റ് നമ്പർ 6. ജുവലറി വാങ്ങിയ ബില്ല് യുവർ ഓണർ, ഞാൻ എന്റെ പണം കൊടുത്ത് വാങ്ങിയതാണ്. ഓക്കെ, ഒരേ നമ്പറിലുള്ള നോട്ട് അദ്ദേഹം തന്നതല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ സാറ് കൊടുത്തത് കള്ളനോട്ടാണ്. താങ്കൾ ഇടയ്ക്കിടെ നാരായണൻകുട്ടിയെ ഭീഷണിപ്പെടുത്തി പണം പറ്റാറുണ്ടല്ലേ? ഐ മീൻ ബ്ലാക്ക്മെയിൽ. ഇല്ല. സാക്ഷിയുണ്ട്. ഞാൻ നിഷേധിക്കുന്നു.
പ്രൊഫസർ നാരായണൻ പോറ്റിയല്ലേ? അതെ. താങ്കൾ എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചത്? എന്റെ പേഴ്സണൽ ആവശ്യത്തിന്. അതെന്തിനാണെന്നാണ് ചോദിച്ചത്. അത് ആബ്സെന്റ് മൈൻഡഡ് പ്രൊഫസർ, ഞാൻ ഓർമ്മപ്പെടുത്താം. ഫിക്സഡ് ഡെപ്പോസിറ്റ് 20 lakhs സ്ത്രീ പീഡന കേസ് ചാർജ് ചെയ്യുന്നതിൽ നിന്നും താങ്കളെ ഒഴിവാക്കി തരുന്നതിനായി DGP കുര്യൻ സാറിനുള്ള ചാർജ്. പിന്നെ പലപ്പോഴായി പിൻവലിച്ചിട്ടുള്ള 3 ലക്ഷത്തോളം രൂപ മുൻ മന്ത്രി ശശിധരക്കുറുപ്പിനെ ക്ലബിൽ ചീട്ട് കളിച്ച് പൊട്ടിക്കാൻ. താങ്കളുടെ അധികാരപരിധിയിൽപ്പെട്ട സ്ത്രീപീഡന കേസിൽ നാരായണൻ പോറ്റിയുടെ പേര് വെട്ടിത്തിരുത്തി പകരം എന്റെ പേര് താങ്കൾ തന്നെ എഴുതി ചേർത്താണെന്ന് ഞാൻ പറയുന്നു. അത് തെറ്റാണ്. പീഡന കേസിലെ പെൺകുട്ടി നൽകിയ പരാതിയിൽ തിരുത്തിയ ഭാഗമേത്? പരാതിയിൽ എഴുതിയ 4ാം പ്രതിയുടെ പേരിൽ നാരായണൻ എന്നതിന് ശേഷം 2 അക്ഷരം മാറ്റി കുട്ടി എന്ന് ചേർത്തിരിക്കുന്നു. യുവർ ഓണർ, ഡോക്യുമെന്റ് നമ്പർ 2 ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. രണ്ടും ഒരാളുടെ കൈയക്ഷരം, SI ചന്ദ്രന്റെ. ഇത് നിങ്ങൾക്ക് ദാനം കിട്ടിയ സ്വത്തിന്റെ പ്രമാണമല്ലേ? അതെ. ഇത് DGP കുര്യൻ സാറിന് അപ്പന്റെ പേരിലുള്ള സ്വത്താണ്. എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞതിന് താങ്കൾക്ക് കിട്ടിയ പ്രതിഫലം. ഡോക്യുമെന്റ് നമ്പർ 4. എന്നെ സംഭവം നടന്ന സ്ഥലത്ത് കണ്ടു എന്ന് പറയുന്ന സമയത്ത് താങ്കൾ പുത്തരിക്കണ്ട മൈതാനിയിൽ യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ പത്രക്കെട്ടുകൾ, ഫോട്ടോ സഹിതം. ശരിയല്ലേ? 1000 സാക്ഷികളുണ്ട്. ബഹുമാനപ്പെട്ട കോടതി കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഈ കുറ്റവാളികളുടെ തനിനിറം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞത് സത്യം ഒരിക്കലും മൂടിവെക്കാൻ കഴിയില്ല എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക് എന്നും ഒരു ആശ്വാസമാണ്. ഈ കുറ്റവാളികളെ കോടതി ശിക്ഷിക്കണം. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അഴിമതി, അക്രമം, അനീതി ഇതൊക്കെ ജനങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നടത്തുന്ന കുറ്റവാളികൾ പോലും ഇന്ന് രക്ഷപ്പെടുന്നു. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന നമ്മുടെ നീതിബോധത്തിന്റെ തണലിൽ ഈ രാജ്യത്ത് കുറ്റവാളികളുടെ എണ്ണം ദിനം പ്രതി പെരുകി വരികയാണ്. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ സാധാരണക്കാരൻ പരമോന്നതമായ നീതിപീഠത്തിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് കോട്ടം തട്ടാൻ പാടില്ല. നിയമവാഴ്ചയിലുള്ള വിശ്വാസത്തിൽ അവർക്ക് യാതൊരു സംശയവും തോന്നരുത്. ഈ കുറ്റവാളികൾ സാധാരണക്കാരെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിയമത്തെ അവർ കളിയാക്കുന്നു, കോടതി അവർ കളിക്കളമാക്കുന്നു, സാധാരണക്കാരെ അവർ കളിപ്പാവകളാക്കുന്നു. ഈ കളിയിലെ കളിക്കാരും കാഴ്ചക്കാരും അവർ മാത്രമാണ്. നിയമവാഴ്ചയെ കളിയാക്കുന്നവരുടെ ഈ കളി ഇവിടെ അവസാനിക്കണം. അതിനുവേണ്ടി ഒരു തീർപ്പ് കൽപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. That's all, Your Honor. കോടതിയെ ബഹുമാനിക്കുക, കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുക,